കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഒരു ചിക്കൻ കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഒരു പച്ചടിയും വെക്കുന്നുണ്ട്. രണ്ടിൻ്റെയും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ കാശിക്കുട്ടിന് വൈറ്റമിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സെൻറ്ററിൽ പോയേക്കുമായിരുന്നു. പോയിട്ടൊക്കെ ഇപ്പോൾ കുറച്ച് നേരമായി വന്നിട്ട്. അപ്പോൾ രാവിലെ കപ്പ വേവിച്ചതും മീൻകറി ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് കേട്ടോ. അപ്പോൾ അതുകൂട്ടി ഞങ്ങൾ കഴിച്ചു. പിന്നെ തൈരുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓർത്തെന്നാൽ വൈകിട്ടത്തേക്ക് ചിക്കൻ മേടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ചിക്കനും കറി വെച്ച് ഒരു പച്ചടിയും വെക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഊണൊക്കെ കഴിച്ചോ? അപ്പം ഞാൻ ഈ 2-3 ദിവസം കൊണ്ട് വീഡിയോസൊക്കെ ഇടുന്നതിനൊക്കെ സൗണ്ട് വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് സൗണ്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് വോയിസ് സൗണ്ട് ഉണ്ട്, സംസാരിക്കുന്നത് കേൾക്കാം. പക്ഷേങ്കിൽ അതിനകത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ എടുത്ത് അങ്ങനെ കേൾക്കാറില്ല. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്ന് സൗണ്ട് കുറവാണ്. അപ്പം ഞാൻ അതെടുത്ത് കേട്ട് നോക്കിയപ്പോഴത്തേക്ക് തീരെ സൗണ്ട് കുറവായിരുന്നു, കേൾക്കത്തേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്നാ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഉറക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് പോകാം. ഞാൻ വന്ന ഡ്രസ്സൊന്നും ഊരിയില്ല, കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇത് എല്ലാം എടുത്ത് അരിഞ്ഞൊക്കെ വെച്ചു കേട്ടോ. അപ്പം ഒരുപാട് ചിക്കനൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ചിക്കനേ ഉള്ളൂ. ചിക്കൻ എല്ലാം കഴുകി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള ഉള്ളി ഇതേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളി ആദ്യം വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കണം. വഴന്നത് നമ്മുടെ ചിക്കനകത്തോട്ട് ചേർത്ത് എടുക്കുകയാണ്.
തേങ്ങാക്കൊത്ത് വഴറ്റണം. തേങ്ങാക്കൊത്ത്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നേ. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി ഞാൻ തക്കാളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അങ്ങനെ ചേർക്കാനാണ് വിചാരിച്ചത്. തരാം. ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് മുന്തിരി ഞാൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ കാശിക്കൂട്ടന് അത് കുറച്ച് ഞാൻ കൊടുത്തു. കാശിക്കൂട്ടൻ്റെ ഫേവറേറ്റ് സാധനമാണ് മുന്തിരിഞ്ഞ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്ന് നടക്കുക, അതെടുത്ത് കൊടുക്കട്ടെ. നമ്മുടെ വൈറ്റമിനെ കൊടുക്കാൻ പോയിട്ട് ഞങ്ങളെ അകത്തോട്ട് വിളിച്ചപ്പോൾ അവിടെ ഒരു കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിന് 3 കുത്തിവയ്പ്പുണ്ടായിരുന്നു. കാശി അപ്പോൾ അത് കണ്ടിട്ട് കരയാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ സിസ്റ്റർമാർ പറഞ്ഞു, നിൻ്റെ കുത്തിവയ്പ്പൊക്കെ കഴിഞ്ഞു, ഇത് നിനക്ക് ഇപ്പോഴേന്നും കുത്തിവയ്പ്പില്ല, 5 വയസ്സായിട്ടേ ഉള്ളെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും പുള്ളി കേൾക്കത്തില്ല. പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞ് മടിയിലിരുത്തി വൈറ്റമിനെ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി വിശ്വസിച്ചത് ഇല്ലെന്നുള്ള കാര്യം. പുള്ളിയുടെ മനസ്സിൽ എന്താ പറയുക, ആദ്യം അത് കൊടുത്തിട്ട് പിന്നെ കുത്തിവയ്പ്പ് ഉണ്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ തേങ്ങാക്കൊത്ത് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരണം ജാറിനകത്ത്. തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതുകൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുവാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടി എടുത്താണ് ഇത്.
ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം എന്തേ ഞാൻ ഇത് ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തിളക്കട്ടെ. അടുത്ത് നമുക്ക് അപ്പത്തേക്ക് നമ്മുടെ പച്ചടിയുടെ ഇത് നോക്കാം കേട്ടോ. പച്ചടിക്കുള്ള സ്റ്റൗ ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ തീർന്നു പോയല്ലോ. അപ്പോൾ അതിനി ഞാൻ വെള്ളരിക്ക ഇട്ടാട്ടോ പച്ചടി വെക്കുന്നത്. വെള്ളരിക്ക ഇട്ടാണ്. അപ്പോൾ വെള്ളരിക്കയും പച്ചമുളകും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പ് ഇട്ട് കൊടുത്ത് അതിരുന്ന് വേകട്ടെ. അപ്പോൾ അത് വേകട്ടെ. അപ്പം നമുക്ക് അതിന് വേണ്ട അരയ്ക്കാനുള്ള തേങ്ങയും ഉള്ളിയും പിന്നെ ഇനിയിപ്പോൾ ജീരകവും എടുക്കണം, കടുക് എടുക്കണം. അപ്പോൾ അത് എടുത്ത് അരയ്ക്കണം. ഇപ്പം ദേ ചുവന്നുള്ളി, ജീരകം, തേങ്ങ, കടുക്, കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കിനി അത് അരച്ചൊന്നെടുത്തുകൊണ്ട് വരാം കേട്ടോ.
അപ്പം ദേ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അത് വെന്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് അരപ്പ് ചേർത്തിട്ട് അരയ്ക്കാനെടുത്തത് ചുവന്നുള്ളി, ജീരകം, കടുക്, കറിവേപ്പില കൂടി ഇട്ട് അരച്ചടിച്ച് കേട്ടോ, തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് ഞാൻ ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് ഇത് ഇച്ചിരി ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് തൈര് ഒഴിക്കുന്നതല്ലേ, അപ്പോൾ പിരിയത്തില്ലല്ലോ. ചിക്കൻ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇച്ചിരൂടെ ചാറൊക്കെ നന്നായിട്ട് പറ്റട്ടെ. ചാറ് ഇത്രയും വേണ്ടല്ലോ. മൂത്രം ഒഴിക്കണം. അപ്പോൾ കാശിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചി മുള്ളണമെന്ന് പറഞ്ഞ് വന്ന് ഞാൻ പിന്നെ അപ്പം ബാത്റൂമിലോട്ട് മൂത്രം ഒഴിക്കാൻ വിട്ടിട്ടുണ്ട്. ഇനിയും വലിയൊരു പണി കിടക്കുകയാണ്. പാത്രം ഇപ്പോൾ എല്ലാം എടുത്ത് നിരത്തിയിട്ടുണ്ട്. അതെല്ലാം ഇനി കഴുകണം. മൂത്രം ഒഴിച്ചോ? കാശിക്കുട്ടന് മൂത്രം ഒഴിച്ചതെന്ന് പറഞ്ഞാലും ഞാൻ ചെന്ന് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കണം കേട്ടോ. അമ്മ മൂത്രം ഒഴിച്ചാലും അവൻ അങ്ങനെ തന്നെയാണ്. എന്നെ വിളിക്കും, വെള്ളം ഒഴിച്ച് തരാൻ പറയും. അപ്പം എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി പിന്നെ പച്ചടി വെച്ചില്ല, അതിൻ്റെ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പിയും പച്ചടിയുടെ റെസിപ്പിയും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയും പാത്രം എല്ലാം കഴുകണം. അപ്പോൾ ഇന്ന് രാവിലെ ഹെൽത്ത് സെൻറ്ററിൽ പോകുന്നത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് കപ്പ വേവിച്ച് മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ തൈര് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടി പിന്നെ വന്ന് പെട്ടെന്ന് ഓടി വന്നിട്ട് ഞാൻ അച്ചിങ്ങാപ്പയറെടുത്ത് മെഴുക്കുവരട്ടി വെച്ചു. അച്ഛൻ ചോറ് കഴിക്കാൻ വരുമായിരുന്നു. അപ്പം മെഴുക്കുവരട്ടി അത് വെച്ചു, ചോറും വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പം രാവിലെ പിന്നെ ഇന്നലെ വൈകിട്ടേ ചേട്ടാ എന്നോട് പറഞ്ഞിട്ടാണ് കിടന്നത്, നാളത്തേക്ക് പഴങ്കഞ്ഞി മതി. നിങ്ങളൊക്കെ പഴങ്കഞ്ഞി കുടിക്കാറുണ്ടോ? അപ്പം ഇന്നലെ കപ്പ ഉണ്ടായിരുന്നു കേട്ടോ വൈകിട്ട്. അപ്പോൾ കപ്പയും തൈരും പിന്നെ കാന്താരി തേങ്ങയൊക്കെ വെച്ചിട്ട് ചമ്മന്തി അരച്ചതും പിന്നെ മീനൊക്കെ കൂട്ടി രാവിലെ പഴങ്കഞ്ഞിയായിരുന്നു ഇവിടെ. കാശിക്കുട്ടിന് വേണ്ടി മാത്രം ഞങ്ങൾ 2 ദോശ ഇട്ടുള്ളൂ കേട്ടോ. ഞാനും ചേട്ടയും പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. അപ്പോൾ പഴങ്കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചിരുന്നു, രാവിലത്തെ പഴങ്കഞ്ഞി. അപ്പോൾ പോകുന്നതിൻ്റെ ഇതിൽ അച്ഛൻ കഴിക്കാൻ വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ധൃതിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വന്നു കഴിഞ്ഞത് ഡ്രസ്സ് പോലും മാറാൻ നിന്നാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ചിക്കൻ കറി റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതിന് വെള്ളം എപ്പോഴും നോക്കുന്നറിയാം, വെള്ളം ഞാനിങ്ങനെ വെച്ചിട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടുക്കി പിടിക്കുവേ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എപ്പോഴും പൊക്കി നോക്കുന്നത്. പിന്നെ എല്ലാവർക്കും സുഖമൊക്കെയാണോ? എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇട്ട 2 വീഡിയോയ്ക്ക് വോളിയം കുറവായിരുന്നു, സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞിട്ടോ അത്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെയും നമ്മളതെടുത്ത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ വ്യൂസ് കുറയുമെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ അതെടുത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് സോറി. അപ്പം ഞാൻ എടുത്ത വീഡിയോ എടുത്തിട്ട് ഞാനത് നമ്മൾ കേൾക്കുമല്ലോ, അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനപ്പോൾ ഓർക്കുകയും ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര വോളിയം കുറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇനിയുള്ള വീഡിയോസിനൊക്കെ ഒച്ചത്തിൽ സംസാരിക്കാം, പിന്നെ അല്ലെങ്കിൽ ഒരു മൈക്ക് മേടിക്കണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടായുടെ എനിക്കൊരു മൈക്ക് മേടിച്ച് തരണമെന്ന്. അപ്പോൾ എന്നെ കളിയാക്കിയിട്ട് പോയിട്ടുണ്ട്. എന്നാ പിന്നെ അപ്പോൾ കാശിക്കുട്ടൻ ഇതുവഴി ഡ്രസ്സൊന്നും ഇടാതെ നടക്കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഓറഞ്ച് വേണോ? ഓറഞ്ച് വേണമെന്ന് പറഞ്ഞ് ഓറഞ്ച് മേടിപ്പിച്ചു. അപ്പോൾ ആ കടയിൽ ഞങ്ങൾ ചോദിച്ചു മധുരമുള്ള ഓറഞ്ച് മതി എന്ന് പറഞ്ഞിട്ട് മേടിപ്പിച്ച കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓറഞ്ചിൻ്റെ തൊലിയിൽ നിന്ന് അത് പൊളിഞ്ഞു വരുന്നില്ല. അപ്പോൾ കാശിക്കുട്ടനെ അന്ന് ദേഹത്തൊക്കെ ചൊറിഞ്ഞ് ഇതൊന്നും വന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് ഓറഞ്ച് അന്ന് മേടിച്ച കേട്ടോ, ഇന്ന് മേടിച്ചല്ലോ. ഇന്ന് മുന്തിരിഞ്ഞ മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. ഓറഞ്ച് അന്ന് മേടിച്ച. ആ കുഞ്ഞിന് മുന്തിരി കഴിച്ച പാത്രം എന്തി? മുന്തിരി കഴിച്ച പാത്രം അവിടെ നിന്ന് കഴിക്കും. അപ്പം എന്തേ നമ്മുടെ വെള്ളരിക്ക ഇവിടെ വേകാറായിട്ടുണ്ട്. എനിക്ക് ഈ കറിക്കൊക്കെ ആണെങ്കിലും കുഞ്ഞു പാത്രം, കുഞ്ഞു തവി, എനിക്ക് അങ്ങനെയുള്ളതൊക്കെയാണ് ഇഷ്ടം. വലിയ തവിയും വലിയ ഇതൊന്നും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ ചെറിയ ചെറിയ പാത്രങ്ങൾ എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എന്തായിരുന്നു ഇത് ഞങ്ങൾ നേരത്തെ ഒരു കൂത്രപ്പള്ളിയിൽ ഒരു സ്ഥലത്ത് താമസിച്ചായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ വെച്ചിട്ട് ഞാൻ ഈ കുഞ്ഞു പാത്രമൊക്കെ മേടിക്കുന്നുണ്ട്. ആ ചേച്ചിമാരോട് ചോദിക്കുമായിരുന്നു വലിയ പാത്രത്തിനോട് നിനക്ക് താല്പര്യമില്ല, ചെറിയ പാത്രത്തിനോടാണ് താല്പര്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും ആയിരുന്നു അന്ന് പഴനിക്ക് പോയി. അവിടെ ഞങ്ങൾ 3 വീട്ടുകാർ താമസിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ പഴനിക്ക് പോയായിരുന്നു. അന്ന് മേടിച്ചാണ് കേട്ടോ ഈ തവി. അതിന് തന്നെ അവർ കളിയാക്കിയായിരുന്നു ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം മതിയോ, വലിയ പാത്രങ്ങളൊന്നും വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ഈ വെള്ളരിക്ക കുറച്ച് നന്നായിട്ട് കനം കുറച്ചാട്ടോ അരിഞ്ഞിട്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു മൊത്തം അങ്ങ് ഉടച്ചങ്ങ് ഇതാക്കണ്ട, 2-3 കടിക്കാനിട്ടേക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഉടക്കിയാണ് ഇത് അറിയുന്നുണ്ട്. ഇപ്പോൾ കാശിക്കുട്ടനെ ഞങ്ങൾ 2 ആഴ്ചയോടെ കഴിയുമ്പോഴത്തേക്ക് അംഗനവാടി കൊണ്ടുവിടും. 3 വയസ്സായില്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു 3 വയസ്സൊക്കെ ആയിട്ട് വിട്ടാൽ മതിയെന്ന്. പക്ഷേ ചിലർ പറയുന്നു കുഞ്ഞിനെ ഇപ്പോഴേ കൊണ്ടിരുത്തുകയാണെങ്കിൽ 3 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ പൊക്കോളും, അങ്ങനെ വഴക്കൊന്നും കാണത്തില്ലെന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 ആഴ്ച കഴിയുമ്പോൾ കാശിക്കുട്ടനെ അംഗനവാടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ചിലരൊക്കെ പറഞ്ഞ് 3 മണി വരെ ഇരുത്തണ്ട, 1 മണി വരെ ഇരുത്തിയിട്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോരെ 3 വയസ്സാകുന്നിടം വരെ. ഇപ്പോൾ 2.25 ആയി കേട്ടോ വയസ്സ്, 2.25 വയസ്സായി. മെയ് 20-ാം തീയതി കുഞ്ഞിന് 3 വയസ്സാകത്തുള്ളൂ. അപ്പം ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഞങ്ങൾ ഇന്ന് വൈറ്റമിനെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമായിരുന്നു. കാശിക്കുട്ടൻ്റെ വളർച്ചയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. എന്ത് പെട്ടെന്നാണ് കാശി വലുതായതെന്ന്.
ഇത്തിരി പോലെ എലിക്കുഞ്ഞിനെ പോലെ കയ്യിലോട്ട് കിട്ടിയത്. അപ്പം എന്തേ ഞാൻ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടു വറുത്ത് ചേർക്കണം, തൈര് ചേർക്കണം. അപ്പം ഞാനോർത്ത് ഇച്ചിരി ഒന്ന് തണുത്തിട്ടേ തൈര് ചേർക്കാണ്. അപ്പം ദേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല സൂപ്പറായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില ദിവസം ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക് പറയും ചാറ് കൂടുതൽ വേണമെന്ന് പറയും. ചിലപ്പം പറയും ഇത്രയും ചാറ് വേണ്ടായിരുന്നു, എന്തിനാണ് ഇത്രയും ചാറ് വെച്ചത്. ആ സമയം ചാറ് വെക്കാതിരിക്കും പറ്റി അങ്ങ് എടുക്കുകയാണെന്ന് ചോദിക്കും, അയ്യോ ചാറില്ലല്ലോ വെച്ച് ചാറൂടെ താന്നു. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ ഇട്ടതായിരുന്നു, എന്നാൽ ഇച്ചിരി കറിവേപ്പില ഇടുകയാണ് കേട്ടോ. അപ്പം എന്തേ നമ്മുടെ തൈര് ഞാൻ പൊട്ടിച്ച് എടുത്താണ്. ഉച്ചക്കത്തേക്ക് ചോറിനോടുള്ള മീൻ എടുത്തായിരുന്നു. അപ്പം നമ്മുടെ പച്ചടിക്കകത്തോട്ട് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുകയാണേ. തരാം ഇച്ചിരി തൈരോട് ചേർക്കണം. ചൂട് പാത്രമാണേ, ചൂട് പാത്രം, കൈ കൊള്ളല്ലേ. ആദ്യം നേരം ഓറഞ്ചിങ് എടുത്തോണ്ട് വാ.
കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സത്യമായിട്ടും പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെച്ചുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് കടു വറക്കാം കേട്ടോ. ഓറഞ്ച് എടുത്തില്ലേ കാശിക്കുട്ടൻ? ഇല്ലേ? എടുക്കാനേ. അപ്പോൾ എനിക്ക് കടു വറക്കാൻ വേണ്ടി മേടിച്ചു തന്നാട്ടോ ഈ ചീനച്ചട്ടി. പക്ഷെ ഇതിൽ വറക്കാതിരിക്കുന്നത് നല്ലത്, എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതാകും, കരി ഇങ്ങനെ തീ കയറി പിടിക്കുന്നവർ പെട്ടെന്ന്. ആ തരാം. ഓറഞ്ച് ഇങ്ങനെ എടുത്ത പാത്രത്തിൽ നീലപാത്രത്തിലുണ്ട്. ഇത് കടുക് ഇട്ട് കൊടുക്കുവാണേ. വറ്റൽമുളക് ഇതിന് തൊലി അടർത്തി എടുക്കാൻ ഭയങ്കര പാടാ കാശിക്കുട്ടാ. ഞാൻ അടർത്തി എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ നീരെല്ലാം അങ്ങ് പോകും. കണ്ടോ നീര് പോകുന്നുണ്ടോ? കാശിക്കുട്ടാ പോയിന്ന് കഴിച്ചു, അവിടെ പോയിന്ന് കഴിച്ചു. എന്ത് ചെയ്യും, നമ്മുടെ കടുകും ഇതെല്ലാം പൊട്ടി വരുന്നുണ്ട്. ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് നല്ല സൂപ്പർ പച്ചടിയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ഈ പച്ചടിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും കമൻറ്റും ചെയ്യണേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ചിക്കൻ കറി ആണേലും ഈ തിളച്ച് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറിയും പച്ചടിയും എല്ലാവരും ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.